വീണ ജോർജിന്റെ നാടകം പാളിപ്പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. CPM-നെ കൃത്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. CPM വലിയ സംഘർഷങ്ങളൊക്കെ അഴിച്ചുവിടാൻ നോക്കിയെങ്കിലും അത് CPM-നെ കൃത്യമായിട്ട് ബാധിച്ചു. പക്ഷേ ചാനൽ ചർച്ചയിൽ അതൊക്കെ ഒരു ഫൈറ്റായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുട്ടുകാല് തല്ലിയെടുക്കുന്ന രീതിയിൽ വരെ പോയി. പിന്നീട് അത് തർക്കങ്ങളിലേക്ക് പോയി. യഥാർത്ഥത്തില് പാളിപ്പോയില്ലേ നാടകങ്ങൾ മുഴുവൻ? അല്ല, ഇത് പൊളിഞ്ഞ നാടകമാണ് എന്നുള്ള കാര്യം, പൊളിഞ്ഞ തിരക്കഥയാണ് എന്നുള്ള കാര്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അതിന്മേൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി തുടങ്ങി അവസാനം അവരുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷും MV ജയരാജനും എന്തിന് ഗോവിന്ദ മാഷ് വരെ സംസാരിച്ചത്. ഇത് പൊളിഞ്ഞ തിരക്കഥയാണെന്ന കാര്യം അവർക്ക് മനസ്സിലായി. കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പെട്ടെന്നൊരു പ്രഷർ കയറിയതാണ്. ഇവരെ താൻ ഭയങ്കര ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്, മറ്റൊരു പിണറായി വിജയൻ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ്. പെട്ടെന്ന് ഇടിച്ച് കയറി വാടാ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ എന്ത് വന്നാലും പ്രഷർ കയറുമ്പോൾ ആർക്കായാലും പറ്റിപ്പോകില്ലേ. അതൊരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടെ ആകുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖത്തിന്റെ ഫലമായിട്ട് ഈ കഴുത്തിന് പെടലിക്ക് വയ്യാത്തതും ഈ കയ്യിലെ മുറിവും ഒക്കെ നേരത്തെ ഉണ്ടായത് തന്നെയാണ്. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറുടെ ആയിരുന്നു. സ്പീക്കർ പെട്ടെന്ന് സ്പീക്കർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർ മാധ്യമങ്ങളോട് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ അവർ ഇതേപോലെ വരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർ അപ്പോഴേ പറയുകയാണ്, ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള പരിക്കുകളുണ്ട്, ഇത് കൃത്യമായിട്ട് ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ പോയി. അപ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രി അയ്യോ ശരിയാണ് കഴുത്ത് പിടിച്ച് വിഷയങ്ങളായി. ആരോഗ്യമന്ത്രി പിന്നീട് നേരെ മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ്, CM എൻ്റെ കഴുത്ത് വിളിക്ക്, ഇതേപോലെ അക്രമമാണ്, ആക്രമണത്തിൻ്റെ ഇടയിൽ എനിക്ക് പരിക്ക് പറ്റി എന്ന് പറയുകയും പിന്നീട് നേരെ ഷംസീറാണ് വണ്ടിയിൽ കയറ്റി എന്നാൽ ആരോഗ്യമന്ത്രി പൊക്കു എന്ന് പറഞ്ഞു വിട്ടിട്ട് ഷംസീർ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അടുത്ത വന്ദേ ഭാരത് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ആരോഗ്യമന്ത്രിയോട് ഇത്രയൊക്കെ പരിഗണനയുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് ഒരു സ്പീക്കർക്ക്. കാരണം സ്വന്തം ഭരണകക്ഷിപ്പെട്ട ഒരു മന്ത്രിയാണ്. അപ്പോൾ അവർ ഇത്രയും വലിയ വിഷയം ഉണ്ടാകുമ്പോൾ ഗുരുതര കുറ്റകൃത്യമാണല്ലോ, അല്ലെങ്കിൽ ഗുരുതര അക്രമമാണല്ലോ അവിടെ നടന്നത്. കഴുത്ത് വളച്ചൊടിക്കുന്ന രീതിയിലേക്കും കൈ തിരിച്ചൊടിക്കുന്ന രീതിയിലേക്കും ഉണ്ടായിട്ട് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂടെ പോകാത്തത് വളരെ മോശമായിട്ടുള്ള നിലപാടാണ്. ഒരു സ്പീക്കർ ആണെങ്കിലും തൻ്റെ ഏറ്റവും അടുത്തൊരാളല്ലേ, അപ്പോൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ വണ്ടി കയറ്റിയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് പാണിപാളി എന്ന് എവിടെയോ തോന്നി. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? അക്രമം അഴിച്ചുവിടാൻ കരുതി. നമുക്കറിയാം, ഈ അക്രമങ്ങൾ നടക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് നമ്മുടെ ബാനറുകൾ, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് നഗരൂര് 2-3 ചെറുപ്പക്കാർ ചേർന്ന് ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പച്ചയ്ക്ക് കേട്ടാൽ അറക്കുന്ന രീതിയിൽ പോലീസുകാരനെ തെറി വിളിച്ച് അവസാനം ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അത് CPM. അതായത് ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു നാടകം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ജയിലിൽ കിടക്കുന്ന DYFI പ്രവർത്തകർക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജയിലിലേക്ക് പോകാനുള്ള വാതിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി തുറന്നു കൊടുത്തു. കണ്ണൂർ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞുവെങ്കിലും അതിന്റെ അനുഭവം, അതായത് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് തന്നെ തിരിഞ്ഞു. അതെ, അല്ല പോലീസ് തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ കണ്ട വിഷയങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു പോലീസുകാരനെ SFI-കാരൻ വന്ന് ആക്രമിക്കുന്നതും അതിനെ ന്യായീകരിച്ച ഒരു കൂട്ടം പോലീസുകാരും അതിനെ പ്രതികൂലിച്ച ഒരു കൂട്ടം പോലീസുകാരും വരുന്നത് നമ്മൾ കണ്ടതാണ്. പേടിച്ചിട്ടാണെന്നേ. അല്ല, അത് CPM-ന്റെ പാർട്ടിയിൽ നിൽക്കുന്ന അനുഭാവികളായിട്ടുള്ള സഖാക്കന്മാരായിട്ടുള്ള പോലീസുകാർക്ക് അനുകൂലിച്ചല്ല പറ്റുള്ളൂ. ആനുകൂല്യങ്ങൾ പറ്റുന്ന പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അത് പോലീസുകാരന്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇന്നലത്തത് അങ്ങനെയല്ല. ഒരു പോലീസുകാരൻ തന്റെ ഔദ്യോഗികമായിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു CA റാങ്കിലിരിക്കുന്ന ഒരാളാണ്. അതെ, ഒരു കോൺസ്റ്റബിൾ ഒന്നും അല്ല. അല്ല, കോൺസ്റ്റബിൾ ആയാലും എന്താ ഈ പറയുന്ന ആ വേഷത്തിന് ഔദ്യോഗികമായിട്ടുള്ളതല്ലേ, ഔദ്യോഗികമായിട്ട് ഒരു പ്രതിനിധിയാണ്. അങ്ങനെയല്ല. ഇപ്പോ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ചെയ്യുന്ന പണിയല്ല കോൺസ്റ്റബിൾ ചെയ്യുന്നത്, ആ പണിയല്ല CA ചെയ്യുന്നത്, ആ പണിയല്ല SI ചെയ്യുന്നത്, അതിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ ആ പണിയല്ല ചെയ്യുന്നത്. അവർക്ക് കൃത്യമായിട്ട് അവരുടെ പണികൾ എന്താണെന്നുള്ള ബോധ്യമുണ്ട്. പോലീസാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കാനും അത് അറിയാനുമുള്ള അവകാശം ഓരോ ഗ്രേഡിൽ ഇരിക്കുന്ന ആളുകൾക്കുണ്ട്. ആ ഗ്രേഡിലുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പോ CAക്ക് കൊടുക്കുന്ന മര്യാദ കോൺസ്റ്റബിൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മര്യാദ കൊടുക്കണം. പക്ഷേ കോൺസ്റ്റബിളിന് SIയുടെ പവർ കാണിക്കാനുള്ള അധികാരമൊന്നുമില്ല.
അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ചില ഡ്രൈവർമാരുണ്ട്, പോലീസ് ഡ്രൈവർമാര് എസ് ഐക്കാരനും വലിയൊരു റാങ്കിൽ ഇരിക്കുന്നത് പോലെ. ഇപ്പോൾ എസ് ഐക്ക് വേണമെങ്കിൽ ചോദിക്കാം, നീ ആരാണ്, നീ എവിടെ നിന്നാണ് വന്നത്, എന്താണ് നിന്റെ പണി, ഇതെല്ലാം ചോദിക്കാം. ഫോൺ എന്നാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിക്കാം. പക്ഷെ ഡ്രൈവർ വന്നിട്ട് നീ ആരാ, നീ ഏതാ, നീ എവിടുന്ന, എന്നിട്ട് ഡ്രൈവറിന്റെ വക വലിയ ചീത്തവിളിയും ഉപദേശവും ഒക്കെ അതിന്റെ ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സീറാങ്കുള്ള ഉദ്യോഗസ്ഥരെ വന്നിട്ട് എടാ പോടാ എന്നതിനപ്പുറത്തേക്ക് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ചീത്തവിളിയും അക്രമവും ഇടികൊടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോയി. ഇത്ര ഷോയോ 4 മണിക്ക് മുമ്പ് നിന്റെ സ്ഥാനമാനങ്ങളെല്ലാം തെറിപ്പിച്ച് ഞങ്ങൾ വന്നിരിക്കുമെന്ന് പറയുന്നൊരു സഖാവ് ഉണ്ടായിരുന്നു. മാസ്ഡ എന്ന് പറയുന്ന മറ്റേ ഡയലോഗ് കേട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പോ അദ്ദേഹം 4 മണിക്ക് നിന്റെ പണി ഇറപ്പിക്കൂടാ. അപ്പോഴത്തേക്ക് ഇപ്പൊ ഇടയ്ക്കൊരു സൗണ്ട് ഉണ്ട്, ഇന്നത്തെ കാലത്തെ ട്രെൻഡിങ് ആയിട്ട് സൗണ്ടാണ് എന്ന് പറഞ്ഞൊരു സൗണ്ട്. അപ്പൊ അത് വിട്ടിട്ട് അങ്ങനെ BGM ഇട്ടിട്ട് പോകും. പിന്നെ 4 മണിക്ക് വരെ എത്താൻ ചെയ്തത് എന്തായാലും മനസ്സിലായി പണി പാളി. നേരെ പിന്നെ സ്റ്റാൻഡ് മാറ്റി വലിയ പ്രതിഷേധവുമായിട്ട് ഒരു 10-30 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റേഷന്റെ മുന്നിലിരുന്ന സമരം. പോലീസ് നീതി പാലിക്കുക, ഇതായിരുന്നു സമരം. അവസാനം സമരം ഏതോ കടുപ്പിച്ച സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കന്മാർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്നാൽ ശരിയാവത്തില്ല, 2 പേരെ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. പക്ഷെ 2 പേരെ കൊടുക്കേണ്ടി വന്നു. ഇനി എന്താണെങ്കിലും ബാക്കി ആളുകളെയും പിടിക്കും. പോലീസിനെയാണ് തൊട്ടു കളിച്ചത്. അപ്പോൾ നമുക്കറിയാം, പോലീസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ? വാഴയൊന്നും അല്ലല്ലോ, സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അല്ലേ. അപ്പോ നട്ടിലുള്ള നേതാവാണ്, വടിവാളുകളുടെ ഇടയിലൂടെ നടന്നു വന്നിട്ടുള്ള നേതാവാണ്. അപ്പോ അത്രയും വീര്യമുള്ളൊരു നേതാവിന്റെ കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് നാണക്കേടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കത്തില്ല. അപ്പോ അതിനു മുമ്പത്തെ പാർട്ടി മേടിയിൽ നിന്ന് പിടി വന്നു, 2 പേരെ ഇട്ടു കൊടുക്കും, ഇല്ലെങ്കിൽ പണി പാളും. പോലീസ് തന്നെ തിരിഞ്ഞു, പോലീസിന്റെ മുതിർന്ന നേതാക്കന്മാർ തിരിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോ ഈ പറയുന്ന രീതിയിൽ സിസ്റ്റം ആദ്യം കേടായി എന്ന് സ്വയം പറഞ്ഞ ആരോഗ്യമന്ത്രി, ഇദ്ദേഹത്തിന്റെ സിസ്റ്റം എന്ന് പോയി കഴിഞ്ഞു. അല്ല, വാലാട്ടിപ്പട്ടികളും പാറാവുകാരും മാത്രമാകുന്ന പോലീസുകാരുടെ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടേം ആയപ്പോഴത്തേക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ലെന്നേ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് പറയുന്ന ധാർഷ്ട്യം, തിട്ടൂരം ഏത് ലോക്കൽ കമ്മിറ്റി നേതാവിനും സ്റ്റേഷനിൽ കയറിയിരുന്ന CAയുടെ കസാരയിൽ വലിഞ്ഞു കയറി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആദ്യത്തെ ടൈമിൽ അദ്ദേഹം കുറെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, 2ാമത്തെ ടൈം കയ്യിൽ നിന്ന് പോയി. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വന്ന ശേഷം നമുക്കറിയത്തില്ലേ, CPMന്റെ നേതാക്കന്മാർ വെച്ചേക്കോ അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ CPMമാർ മാറിയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഏതെങ്കിലും CPMമാരുണ്ടോ? ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് പോലീസുകാര് അടിച്ചോടിച്ച കുറെ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അതിനെതിരെ ചോദിക്കാൻ ഏതെങ്കിലും CPMന്റെ നേതാക്കന്മാരെയൊന്നോ? ഇന്നത്തെ കാലത്തെ പോലീസുകാർ എന്താണ്, ഉത്സവപ്പറമ്പിൽ ഉത്സവം കാണാൻ വരുന്ന ആളുകളെ അടിച്ചോടിക്കാനും, ഉത്സവത്തിന് ആരെങ്കിലും മദ്യപിച്ച് വന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും നാട്ടുകാരെ മൊത്തം അടിച്ചോടിക്കാനും, പ്രശ്നം എന്താണ്, കോസ് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധി ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തവരായി മാറി കേരള പോലീസ്. വെറുതെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കുറെ പോലീസുകാരെ അഴിച്ചു വിട്ടേക്കാണ്. തീർച്ചയായിട്ടും എവിടെ എന്ത് പ്രശ്നം നടക്കുന്ന അടിച്ചോടിച്ചു വിട്ടോളാം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതായാലും വീണ ജോർജിന്റെ വിഷയത്തിൽ ഷംസീർ ഒന്ന് ഇടപെടാൻ വേണ്ടി നോക്കി. കാര്യം ഷംസീറിന് സഭയില് പറയുന്ന ഭരണപക്ഷ MLA-മാരെ വേണ്ട രീതിയിൽ സംസാരിക്കാൻ പോലും അവസരം കൊടുത്തില്ല എന്നും, പിണറായി വിജയന് അത്ര കണ്ട് ഷംസീറിനോട് വലിയ താല്പര്യമില്ല എന്ന് ഏതാണ്ട് ഈ ഒരു ഭരണത്തിന്റെ പകുതിയോളം വരെ എത്തിയപ്പോ തന്നെ പറഞ്ഞിരുന്നു. അല്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു റോള് തനിക്ക് ഇതിനകത്ത് ഉണ്ടാകണം. കാര്യം ഷംസീർ ഇപ്പോഴും സ്പീക്കറാണ്. അപ്പൊ അദ്ദേഹം ആ പദവിയെ കുറിച്ച് ഓർക്കേണ്ടതായിരുന്നു. അദ്ദേഹം പഴയ SFI-കാരനായിരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരിപാടിയെല്ലാം അദ്ദേഹം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഷംസീറിനെ സംബന്ധിച്ച് ഷംസീർ അവിടെ കാണിച്ചത് ഞാൻ ഇപ്പോഴും പാർട്ടിക്കൊപ്പം ഉണ്ട് എന്ന് കാണിക്കണം. ഇപ്പൊ ഷംസീറിന് സീറ്റില്ല, ഏതാണ്ട് അല്ലാതെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഷംസീർ അത്ര കണ്ട് അഭിമതനല്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയിരുന്നു. കാര്യം ഷംസീർ പ്രതിപക്ഷത്തിന് ഒരുപാട് അവസരം കൊടുത്തു എന്നും, അത് സഭയ്ക്കകത്ത് അങ്ങനെ ഒരു സംസാരം, പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവസാന നാളുകളിൽ ഒന്ന് ഏരിയ പിടിക്കാൻ വേണ്ടി ഷംസീർ നോക്കിയതാണ്. ഷംസീർ അല്ല, എന്ത് തന്നെയാണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഈ നാടകം കൊണ്ട് ഗുണമുണ്ടായത്
നഗരൂരിലെ കുറച്ച് DYFI പ്രവർത്തകർക്കാണ്. ഇനി അവർക്ക് കുറച്ച് നാള് പോലീസിന്റെ ഇതുകൊണ്ട് തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ഭരണം തീരുന്നവരെ ഇതല്ല ഇതിന്റെ അപ്പുറം ഈ പറയുന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കാരെ അവർക്ക് അങ്ങനെ അങ്ങ് കൊടുത്തിരിക്കുക. അല്ല, അതുകൊണ്ട് അവർക്കൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു VD സതീശൻ യാത്ര ഒന്നും നടത്തുന്ന ഒരു ആവശ്യവും ഇല്ല, അല്ലാതെ തന്നെ വിജയിച്ചുള്ളൂ. കാരണം ഇതേപോലുള്ള DYFIക്കാരും CPM-കാരും ഒക്കെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് രാഹുൽ. അത് വെച്ചാൽ ഇതിന്റെ ഒരു പീക്ക് പോയിന്റില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തോ എന്ന് അല്ല, പറയുന്നത് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ പോകുന്ന ഇതേപോലുള്ള DYFIക്കാരും ഇതേപോലുള്ള CPM-ന്റെ നേതാക്കന്മാരുമാണ്. അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് പോലീസുകാരെ വെറും പാറാവുകാരായിട്ട് കാണുന്ന, പോലീസുകാരെ വെറും ഞങ്ങളുടെ അടിമകൾ എന്ന് കാണുന്ന രീതിയിലുള്ള നേരെ തിരിച്ച് സംഭവിക്കുന്ന കാരണം നമുക്ക് കാത്തിരിക്കാം, കാണാം നമുക്ക്. അതെ, തീർച്ചയായിട്ടും.